നമുക്കിടയിലൊന്നും നടന്നിട്ടില്ല എന്നുള്ള കാര്യം എങ്ങനെയെങ്കിലും അവരുടെയൊക്കെ ചെവിയിൽ എത്തിക്കാൻ കഴിഞ്ഞാൽ മതി. ബാക്കിയുള്ളതൊക്കെ അവര് നോക്കിക്കോളും. ആദ്യം ഇതൊന്ന് നോക്കിയേ. എന്നാലും ഈ പ്രായത്തിൽ ഇതെന്ത് പരീക്ഷണം എന്റെ ഈശ്വര. എന്റെ കല്യാണം നടത്തി തരുമോ അച്ഛാന്നൊക്കെ ചോദിക്കാം. പക്ഷെ ഈ ആദ്യരാത്രി നടത്തി തരാൻ പറയുന്നത് എങ്ങനെയാ? ആരുടെ ആദ്യരാത്രിയുടെ കാര്യം? ഒന്നുമില്ല, നീ ഒന്ന് പോയേ. സാരമില്ല, പറഞ്ഞോ ദേവേട്ടാ. വൈദേകച്ചിയും ദേവേട്ടനും കൂടെ ഭയങ്കര ഡിസ്കഷൻ ആയിരുന്നല്ലോ. എന്തെങ്കിലും സഹായം വേണമെങ്കിൽ പറഞ്ഞോ, ഞാൻ ചെയ്തു തരാം. നീ ഇപ്പൊ ഇവിടെ നിന്ന് പോയില്ലെങ്കിൽ എന്റെ നല്ല ഇടി കിട്ടും. എന്നാ ശരി, ഞാൻ പോയേക്കാം. മനുഷ്യൻ ഇവിടെ ലോകത്തിലെ ഏറ്റവും വലിയ ടെൻഷൻ നിൽക്കുമ്പോൾ അവന്റെ സഹായം. എന്നാലും ഞാൻ ഇതെങ്ങനെ ചെന്ന് അവതരിപ്പിക്കുന്ന? എന്നാലും ഇപ്പൊ ഈ ആദ്യരാത്രിക്ക് എന്ത് ചെയ്യും ഞാൻ? എന്നൊന്നും ചെയ്യില്ല, ഞാനൊന്നും ചെയ്തിട്ടില്ല. കാർത്തികിനെ കൊന്നത് ഞാനല്ല. ഞാൻ പറയുന്നത് വിശ്വസിക്കാമേ. എങ്ങനെ വിശ്വസിക്കണം നാടി? എന്റെ മോന് നിന്നെ സംശയം തോന്നിയപ്പോ തന്നെ നിന്റെ ജീവൻ അങ്ങ് എടുത്താ മതിയായിരുന്നു. എന്റെ മോന്റെ ജീവൻ എടുത്തവളെ ഞാൻ വെറുതെ വിടുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? എടാ രാഘവ, ആ കത്തി ഇങ്ങെടുത്തേ. അമ്മേ, എന്നെ കൊന്നുകളയല്ലേ പ്ലീസ്. അമ്മേ, എന്നെ കൊല്ലല്ലമ്മേ പ്ലീസ്. അമ്മേ, എന്നെ കൊല്ലല്ലേ, എന്നെ കൊല്ലല്ലേ. നീ ഇനി ജീവിച്ചിരിക്കരുത്. നിന്നെ ചന്ദ്രികെ, നീയോ? എന്ത് ധൈര്യം ഉണ്ടെങ്കിൽ എന്റെ വീടിന്റെ പടി നീ ചവിട്ടും? ആദ്യം ഇവളെ കൊന്നിട്ട് പിന്നെ നിന്റെ ജീവനും ഞാൻ എടുത്തോളാം. നീ വിചാരിക്കുന്നത് പോലെ ഇത് നിന്റെ മരുമകളല്ല. ദശരഥ രാമവർമ്മയുടെ മരുമകളാ. ദശരഥ രാമവർമ്മയുടെ മരുമകളോ? നീ എന്താ ചന്ദ്രിക ഈ പറയുന്നത്? വിശ്വാസം വരുന്നില്ലെങ്കിൽ ദേ ഇതൊന്ന് കണ്ടു നോക്ക്.
അതെ, ദശരഥ രാമവർമ്മ തന്നെ. പക്ഷെ ഇവൾ എന്റെ മരുമകളെ പോലെ തന്നെയുണ്ടല്ലോ. ഇവളും അവളും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ലല്ലോ. പക്ഷെ ഇതെന്റെ മരുമകളാണ്. എന്റെ മോനെ കുത്തി കൊന്നിട്ട് ഓടി രക്ഷപ്പെട്ടവളാ. ആ പേടി ഇപ്പോഴും ഇവളുടെ കണ്ണുകളിൽ കാണാൻ പറ്റുന്നുണ്ട്. ഇവൾ എന്റെ മരുമകൾ തന്നെയാ. അതില് യാതൊരു സംശയവും ഇല്ല. ശരിയാണ്, നിന്റെ മരുമകള് തന്നെയാ. പിന്നെ ദശരഥ രാമവർമ്മയുടെ മരുമകളാണെന്ന് പറഞ്ഞതോ? എന്റെ അടുത്ത് വേണ്ട നിന്റെ വേഷം കെട്ടൽ. തല്ലിക്കൊന്ന് കൊക്കയിലെറിയും ഞാൻ. എന്നെ നീ കൊന്നുകളഞ്ഞ ദശരഥ രാമവർമ്മയോട് പ്രതികാരം ചെയ്യാനുള്ള അവസരമാണ് നീ നഷ്ടപ്പെടുത്തുന്നത്. ദശരഥ രാമവർമ്മയോട് എനിക്കുള്ള പകയെക്കുറിച്ച് നിനക്ക് നന്നായിട്ട് അറിയാലോ. മഹാറാണിയെ പോലെ കൊട്ടാരത്തിൽ ജീവിക്കേണ്ടവളായിരുന്നു. ആ ദശരഥ രാമവർമ്മയോടൊപ്പം ചേർന്ന് ഈ അവസ്ഥയിലാക്കി. ഈ വീടും ആഭരണങ്ങളും ഒഴികെ മറ്റൊന്നും എനിക്ക് കിട്ടാതാക്കിയില്ലേ? എന്നെ നീ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് കല്യാണിയമ്മേ. നിന്നെ തല്ലിയോടിച്ച് 4 ദിവസം കഴിഞ്ഞതും എന്നെയും അയാള് തല്ലിയോടിച്ചു, ആ ദശരഥ രാമവർമ്മ. ഇത്രയും നാളും അവനെ നശിപ്പിക്കാൻ എല്ലാ വഴിയിലൂടെയും ഞാൻ ശ്രമിച്ചതാണ്. ആ വഴിക്ക് എന്റെ മോളെയും എനിക്ക് നഷ്ടപ്പെട്ടു. ഒടുവിൽ അയാൾ എന്നെ ബോംബ് വെച്ച് കൊല്ലാൻ ശ്രമിച്ചപ്പോ തലനാരിഴയ്ക്കാ രക്ഷപ്പെട്ടത്. വൈദേഹി, അമ്മേ. അങ്ങനെയാണ് ആ അപകടം ഉണ്ടായത്. നിനക്ക് വർമ്മയോടുള്ള പക നീ ഉള്ളിൽ സൂക്ഷിച്ചു. പക്ഷേ ഞാൻ എന്നാലാകും വിധമെല്ലാം അയാളെ തകർക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. ഞാനിത് വിശ്വസിക്കില്ല. ആ വർമ്മയോടൊപ്പം ചേർന്ന് നീ എന്തോ പുതിയ നാടകം കളിക്കാൻ നോക്കുക. ഇനിയെങ്കിലും എന്നെ വിശ്വസിക്കാമോ? ആ വർമ്മയും കുടുംബത്തെയും വഴിയാധാരമാക്കി ഞാൻ വിചാരിച്ച പോലെ കാര്യങ്ങൾ നടത്തിയന്. പക്ഷെ അതിന് തടസ്സം നിന്നതാരാന്നറിയോ? ദേ ഈ നിൽക്കുന്ന നിന്റെ മരുമോളെ പോലെ തന്നെയുള്ള ദശരഥ രാമവർമ്മയുടെ മരുമകള് വൈദേഹി. എനിക്കെല്ലാം നഷ്ടപ്പെട്ടു. ഇനി മരണമല്ലാതെ മറ്റൊരു മാർഗവും ഇല്ലാന്ന് കരുതിയിരുന്നപ്പോഴാ
നിന്റെ മരുമകളെ എന്റെ കൺമുൻപിൽ ദൈവം കൊണ്ടുവന്ന് നിർത്തിയത്. എന്റെ ജീവൻ രക്ഷിച്ചതിനോടൊപ്പം ഉള്ളിലെ പകയുടെ കനൽ ഇവള് വീണ്ടും കത്തിച്ചു. ചേച്ചി ചേച്ചി എഴുന്നേക്ക് ചേച്ചി. എന്നെ രക്ഷിക്ക്. വൈദേഹി, ഹലോ, എന്നെ രക്ഷിക്ക്. 108 ഇവിടെ. എനിക്കൊരു ലക്ഷ്യമേ ഉള്ളൂ, അവരെ എല്ലാരെയും കൊന്നു കുഴിച്ചു മൂടണം. ഇപ്പൊ മനസ്സിലായി. നിന്റെ ജീവൻ രക്ഷിച്ചതിന്റെ പ്രതിഫലമായിട്ട് ഇപ്പൊ ഇവളുടെ ജീവൻ രക്ഷിക്കാനായിരിക്കും നീ എത്തിയിരിക്കുന്നത്. നീ പറഞ്ഞത് ഞാൻ വിശ്വസിക്കാം. വന്ന വഴിയെ നീ തിരിച്ചു പോയിക്കോണം. പക്ഷെ ഇവളെന്റെ മോനെ കൊന്നവളാ. ഇവളെ ഞാൻ ജീവനോടെ വിട്ടയക്കില്ല. കല്യാണിയമ്മേ, ആവേശമല്ല ഇപ്പൊ വേണ്ടത്. എനിക്ക് പറയാനുള്ളത് മുഴുവനൊന്ന് കേൾക്ക്. ഇവളെ നീ ഇപ്പൊ തന്നെ കൊന്നുകളഞ്ഞ നിന്റെ ഉള്ളിലെ ദേഷ്യം അല്പ തണുക്കുമായിരിക്കും. പക്ഷെ ഞാൻ പറയുന്നത് പോലെ ചെയ്താൽ ദശരഥ രാമവർമ്മയോടുള്ള നമ്മുടെ രണ്ടുപേരുടെയും പ്രതികാരം തീർക്കാം. എന്റെ മോളെ ദശരഥ രാമവർമ്മയുടെ മരുമകളാക്കി എന്റെ ഉദ്ദേശം സാധിച്ചെടുക്കാന്ന് കരുതിയതാ. പക്ഷേ അതൊന്നും നടന്നില്ല. ഇനി വൈദേഹി അവിടുന്ന് മാറ്റിയിട്ട് വൈദേഹിയുടെ അതേ രൂപത്തിലുള്ള നിന്റെ മരുമകളെ ആ സ്ഥാനത്ത് എത്തിച്ചാൽ നമ്മൾ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടക്കും. ആലോചിച്ചു നോക്ക്. ഇതിലെന്താ ഇത്ര ആലോചിക്കാനിരിക്കുന്നത്? ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും ഞാൻ കൂട്ടുനിൽക്കില്ല. വേറൊരു വീട്ടിലെ മരുമോളായിട്ട് മറ്റൊരാളുടെ ഭാര്യയായി ഞാൻ എങ്ങനെ പോവും? വേണ്ട, എനിക്ക് പറ്റില്ല. അതിന് നിന്നോടാരെങ്കിലും ചോദിച്ചോടി? സ്വന്തം ഭർത്താവിനെ കുത്തിക്കൊന്നവൾക്ക് മറ്റൊരുത്തന്റെ ഭാര്യയായിട്ട് അഭിനയിക്കാൻ എന്താടി വിഷമം? ഇവിടെ നിന്റെ അമ്മായിയമ്മയുടെ കൈകൊണ്ട് മരിക്കുന്നതിനേക്കാൾ അവിടെ അവന്റെ ഭാര്യയായിട്ട് ജീവിക്കുന്നതാ നല്ലത്. എനിക്ക് പറ്റില്ല. എന്റെ ജീവൻ പോയ പോലെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഞാൻ കൂട്ടു നിൽക്കില്ല. ഇങ്ങനെ ചോദിച്ചാ നീ സമ്മതിക്കില്ലടി. ഇങ്ങോട്ട് വാ. വാടി. ഇന്ദുമ്മേ, ഇന്ദുമ്മേ, പറയൂ വൈദേഹി. ഇന്ദുമ്മേ, എന്താന്ന് വെച്ചാ പറ മോളെ. ഒന്നുമില്ല. എനിക്ക് എന്താന്ന് പറ. അതെന്നെ ഇന്ദുമ്മേ, ഞങ്ങളുടെ കല്യാണം നടന്നില്ലേ? അതിനുശേഷം അതിനുശേഷം എന്താ? അത് എന്തിനാ നീ ഇങ്ങനെ മടിക്കുന്നേ? കാര്യം എന്താന്ന് വെച്ചാ പറ.
നിങ്ങളുടെ കല്യാണം എന്നേ കഴിഞ്ഞതാ. അതിനുശേഷം എന്താ ഉണ്ടായേ? എന്താ കാര്യം എന്നുള്ളത് നീ പറഞ്ഞാലല്ലേ എനിക്ക് അറിയാൻ പറ്റൂ. എന്റെ രാമ, ഞാൻ എങ്ങനെ ചോദിക്കും? പറയൂ മോളെ. ഒന്നുമില്ല ഇന്ദുമേ. അല്ല, അമ്മയുടെ അവിടെ നിക്ക്. കല്യാണത്തിന് ശേഷം എന്താ ഉണ്ടായേ? അത് പറയാതെ പോയാൽ എങ്ങനാ? നിന്റെ ഇന്ദു അമ്മയോട് പറയാൻ പഠിക്കുന്നത് എന്തിനാ? എന്താന്ന് പറ മോളെ. ഏയ്, ഒന്നുമില്ല ഇന്ദുമേ. ഒന്നുമില്ല ഇന്ദുമേ. കല്യാണത്തിന്റെ ആൽബം ഒന്ന് തരുമോ? കല്യാണത്തിന് ശേഷം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അത്. അല്ലെങ്കിൽ ഞാൻ അമ്മയോട് ചോദിച്ചോളാം. കല്യാണത്തിന്റെ ആൽബം ചോദിക്കാൻ ഇവളെന്തിനാ ഇങ്ങനെ നാണിക്കുന്നേ? അതല്ലല്ലോ കാര്യം. എന്തു എന്തു പറ ദൈവം മോനെ. അതല്ല എന്തു, ഞങ്ങളുടെ കല്യാണം നടന്നില്ലേ? അതിനുശേഷം അതിനുശേഷം എന്താ? എങ്ങനെ പറയാൻ ഈശ്വര? അതിന് എന്തു, അതിനുശേഷേ അതിനുശേഷം എന്താന്ന് നീ പറ. പറയാതെങ്ങനെ ഞാൻ അറിയുന്നേ? എങ്ങനെയാ എന്തു ഞാനിത് പറയാ? അല്ലെങ്കിൽ തന്നെ ഞാൻ എന്തിനിത് പറയണം? ദേവമോനെ ദേവമോനെ എന്ന് പറഞ്ഞ് എന്റെ എല്ലാ കാര്യത്തിനും പുറകെ നടന്ന ഓരോ കാര്യങ്ങൾ പറയുന്നല്ലേ, എന്നിട്ട് ഇത് മാത്രം മനസ്സിലാക്കാൻ കഴിവില്ല. കാര്യം എന്താന്ന് പറയടാ. ചുമ്മാ എന്നോട് ദേഷ്യപ്പെടുന്ന എന്തിനാ? കാര്യം എന്താന്ന് പറ. അതേ, ഞാൻ ഇതൊക്കെ എങ്ങനെയാ പറയാ എന്റെ എന്തു? അല്ലെങ്കിൽ വേണ്ട, ഞാൻ പറയേണ്ടടുത്ത് തന്നെ പറയാം. എടാ നിക്കടാ അവിടെ. എടാ, ഈ കെട്ടിയവൾക്ക് ഇത് എന്താ പറ്റിയേ? കല്യാണത്തിന് ശേഷമുള്ള എന്തോ കാര്യ. ചോദിച്ചാ പറയത്തുമില്ല, പറഞ്ഞാലല്ലേ അറിയാൻ പറ്റൂ. എന്തായിരിക്കും കാര്യം? നീ എന്തിനാ ശാന്തി ഇതൊക്കെ ചെയ്യുന്നത്? നീ ചെന്ന് വല്ല ടിവിയും കാണും. ഞാൻ ചെയ്യട്ടെ ഏട്ടത്തിയമ്മേ. ജോലിയൊന്നും ചെയ്യാതെ വെറുതെ ഇരുന്നാ കാലിൽ ചങ്ങലയിട്ട് അനങ്ങാൻ പറ്റാതെ കിടന്ന നാളുകൾ ഓർമ്മ വരും. അതൊക്കെ ഒരു ദുസ്വപ്നാന്ന് കരുതി മറന്നുകളെ. അച്ചന്ത്രികം മരിച്ചതുകൊണ്ട് അവള് രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ അവള് ചെയ്ത ക്രൂരതയ്ക്ക് നിന്റെ ഏട്ടൻ അവളെ നരകം കാണിച്ചേനെ. അമ്മേ 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 അമ്മ ഇവിടെ തന്നെ ഉണ്ടായിരുന്നോ? ഉണ്ടെങ്കിൽ എന്താ, നിന്റെ അമ്മയല്ലേ അത്. ഭർത്താവിന്റെ അമ്മയോട് സംസാരിക്കാനാ എല്ലാവരും മടി കാണിക്കാറ്. ഇവിടെ നേരെ തിരിച്ചാ. എന്നോട് സംസാരിക്കാൻ വന്നിട്ട് അമ്മയെ കണ്ടതും വായടഞ്ഞു പോയോ? നീ നിന്റെ മരുമകളെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളത് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റുമല്ലോ. അത് പറയേണ്ടത് എന്റെ മരുമോളല്ലേ ശാന്തി? പറ മോള്, നീ എന്താ പറയാൻ വന്നേ? പറഞ്ഞ മോളെ. ഒന്നുമില്ല അമ്മേ. അമ്മ അനന്തരാവകാശിയെ ചോദിച്ചില്ലായിരുന്നോ? അതിനെക്കുറിച്ചാ. ഇപ്പൊ മനസ്സിലായി. നിനക്ക് വിശേഷായല്ലേ? നീ അമ്മയാവാൻ പോണം മോളെ. ഇത്രയും വലിയൊരു കാര്യം നിസ്സാരമായിട്ടാണോ പറയുന്നത്? അത് സത്യമാണോ മോളെ? അമ്മേ, അത് എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് ശാന്തി. നീ കേറി വന്നതിന്റെ ഐശ്വര്യം അത്. നിന്റെ മോളെ എനിക്ക് അനന്തരാവകാശിയെ തരാൻ പോവാ. അമ്മേ, പറയുന്നത് മുഴുവനും കേക്ക്. മതി മതി, നീ ഇനി ഒന്നും പറയണ്ട. ഞാൻ പറയുന്നത് അങ്ങോട്ട് കേട്ടാ മതി. ഇനി നീ ജോലിയൊന്നും ചെയ്യണ്ട. അടുക്കള കേറാനേ പാടില്ല. എന്താ അമ്മ ഇത്? ഒന്ന് നിർത്തുന്നുണ്ടോ? ഇത് കുറച്ച് കൂടി പോകുന്നുണ്ട് കേട്ടോ. അമ്മ വിചാരിക്കുന്ന കാര്യമൊന്നും അവിടെ ഉണ്ടായിട്ടുണ്ടാവില്ല. ഊർമിളെ, എല്ലാ കാര്യത്തിനും എന്തിനാ നീ ഇങ്ങനെ നെഗറ്റീവ് പറയാൻ നിൽക്കുന്നത്?
ഇപ്പൊ എന്നെ തെറ്റിദ്ധരിച്ചത് അമ്മ തന്നെയാണ്. ഒന്ന് ലോജിക്കലി ചിന്തിച്ചു നോക്കി. വൈദേഹി ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയപ്പോ ഒരു വിശേഷം ഉണ്ടായിരുന്നില്ല. അതിനുശേഷം 6 മാസം കഴിഞ്ഞാണ് തിരിച്ചെത്തിയത്. അപ്പ അവള് വൈദേഹി ആണെന്നുള്ള സത്യം ആരും അറിഞ്ഞിരുന്നില്ല. അതറിഞ്ഞിട്ട് 2 ദിവസമേ ആയിട്ടുള്ളൂ. അപ്പോഴേക്ക് എവിടുന്ന് വിശേഷം ഉണ്ടാവാൻ? ഒന്ന് തിങ്ക് ചെയ്ത് നോക്ക്. പിന്നെ നീ എന്തിനാ അനന്തരാവകാശിയുടെ കാര്യം ചോദിച്ചു? എന്തിനാന്നുള്ള ചോദ്യം എന്തിനാ? അന്ന് അനന്തരാവകാശിയെ പ്രസവിക്കാൻ യോഗ്യതയില്ലെന്ന് അമ്മ പറഞ്ഞില്ലേ? ഇപ്പൊ അതിനുള്ള യോഗ്യത എന്തെങ്കിലും ആയോന്ന് ചോദിക്കാൻ വന്നതായിരിക്കും. അങ്ങനെയല്ലേ വൈദേഹി?